വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആവുന്നെങ്കിൽ ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് ദ നാഷണൽ മൂവ്മെന്റ്, ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്. അപ്പോൾ അതിൻ്റെ ആ പാഠത്തിനകത്ത് നമ്മുടെ ദേശീയതയെക്കുറിച്ചാണ് നിങ്ങളെ കറക്റ്റ് പഠിക്കുന്നത്. എന്താ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് ആയതുകൊണ്ട് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്നറിയോ? വാട്ട് യു മീൻ ബൈ നാഷണലിസം. നിങ്ങൾ ഒന്നൊന്ന് നമ്പർ ഇട്ടിട്ട് ഇത് എഴുതണം കേട്ടോ. ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടു. ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഈ ഐക്യബോധത്തിൻ്റെ അടിത്തറ. ഈ ഐക്യബോധത്തെയാണ് ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇംഗ്ലീഷിൽ എങ്ങനെ പറയും കുഞ്ഞുങ്ങളെ? ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th century എ സെൻസ് ഓഫ് യൂണിറ്റി എമർജ്ഡ് എമംഗ് Indians. A strong anti-British feelings was the basis of this sense of unity. This sense of unity is called nationalism. കേട്ടോ, ടെസ്റ്റിനകത്ത് നമ്മൾ ടെസ്റ്റ് വായിച്ചത് 1ഉം 2ഉം പാർട്ട് നമ്മൾ ഇതിട്ടതാണ്. 1ഉം 2ഉം പാർട്ടിനകത്തിൽ ഫസ്റ്റ് പാർട്ടിൽ ടെസ്റ്റ് വായിച്ചു, രണ്ടാമത്തെ പാർട്ടിൽ അതിൻ്റെ കുറച്ച് 8 ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തന്നതാണ്. എന്നാലും ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഒന്നൊന്ന് നമ്പർ ഇട്ടിട്ട് ഇത് എഴുതണം കേട്ടോ. അടുത്ത നോക്കൂ നിങ്ങളെ, അത് എഴുതിയല്ലോ, നിങ്ങൾ അങ്ങ് എഴുതണേ. അടുത്ത 2 നമ്പർ ഇട്ടിട്ട്, കാരണം നമുക്ക് ബാക്കിയും കൂടി എടുക്കേണ്ടതുകൊണ്ട് കേട്ടോ. പിന്നെ ഒന്ന് പറയണ്ടോ നിങ്ങളെ, ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടു, ഞാൻ ഈ സോഷ്യൽ പഠിപ്പിക്കുന്നത് എന്താ അവർക്ക് അങ്ങോട്ട് ഇംഗ്ലീഷ് ഞാൻ പറയുന്നത് അത്ര ഫ്ലുവൻറ്റിലല്ല, മലയാളം ക്ലിയർ ഇതല്ല, പ്രൊനൗൺസിയേഷൻ എൻ്റെ ശരിയാവുന്നില്ല എന്നൊക്കെ ഉള്ളതാണോ നിങ്ങളെ? നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഫീൽ ചെയ്തോ, അതോ ഒരാൾക്ക് മാത്രമേ അത് തോന്നിയുള്ളൂ? ഞാൻ ഓരോ വാക്കുകളും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, എടുത്തെടുത്താണ് ഞാൻ പറയുന്നത് അല്ലേ. ഞാൻ സ്പീഡിൽ ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞു പോകുന്നില്ല. ഓരോ വാക്കുകളും നിങ്ങൾക്ക് എടുത്തെടുത്ത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എന്നെ കൊണ്ട് ഒക്കാവുന്ന രീതിയിൽ ഞാൻ എടുത്ത് പറയുന്നുണ്ട്. തന്നെയല്ല, എല്ലാത്തിൻ്റെയും മലയാളവും ഇംഗ്ലീഷുമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം പിന്നെ ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിലും എഴുതിയെടുത്തുകൂടായോ? അങ്ങനെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു കേട്ടോ. അത് എല്ലാവർക്കും ഉണ്ടോ അതോ ആ ഒരാൾക്ക് മാത്രമേ ഉള്ളോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ, അപ്പം നമ്മൾ നാഷണലിസം, ചാപ്റ്ററിൻ്റെ പേര് ദേശീയത അല്ലേ, നാഷണലിസം ആയതുകൊണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് അത് എഴുതാം. 2 നമ്പർ ഇട്ടിട്ട് നിങ്ങൾ ഇത് എഴുതണം കുഞ്ഞുങ്ങളെ. വാട്ട് ആർ ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ലീഡ് ടു സ്ട്രെങ്തൻ ഇന്ത്യൻ നാഷണലിസം? ഇന്ത്യൻ ദേശീയത ശക്തമാക്കുന്നതിനിടയാക്കിയ സാഹചര്യങ്ങൾ. ഈ 5 പോയിന്റിനെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്തിൽ കൂടുതലും പഠിക്കുന്നത് കേട്ടോ. ഇന്ത്യൻ ദേശീയത ശക്തമാക്കുന്നതിനിടയാക്കിയ സാഹചര്യങ്ങൾ ഈ 5 കുഞ്ഞുങ്ങളെ. 1 എക്കണോമിക് പോളിസി, അതായത് സാമ്പത്തിക നയം. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, അതായത് പാശ്ചാത്യ വിദ്യാഭ്യാസം. ലിറ്ററേച്ചർ ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്, സാഹിത്യവും പത്രങ്ങളും. സോഷ്യൽ റീഫോം മൂവ്മെന്റ്, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഗതാഗതവും വാർത്താവിനിമയവും. വ്യക്തമാകുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഈ 5 പോയിന്റുകളെ കുറിച്ചാണ് നമുക്ക് ഇനി ഈ 5 പോയിന്റ് എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുകയും വേണം. ഇതിനകത്ത് കുറേ ഇപ്പം സോഷ്യൽ റിഫോർമേഴ്സിനെ കുറിച്ചും എന്ന് വെച്ചാൽ കുറേ ആൾക്കാരെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അതാണ് ഈ ചാപ്റ്ററിനകത്തിൽ. അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കൂ നിങ്ങളെ. 1 എന്താണ് നാഷണലിസം, 2 ഇന്ത്യൻ ദേശീയത അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണലിസത്തിൻ്റെ ശക്തമാക്കുന്നതിനിടയാക്കിയ സർക്കംസ്റ്റൻസുകൾ, സാഹചര്യങ്ങൾ എന്തെല്ലാം. ഒരു 5 പോയിന്റാണ് കുഞ്ഞുങ്ങളെ. അതിൽ ഒന്നാമത് നമ്മൾ പഠിച്ച എന്തിനെക്കുറിച്ചാണ്? എക്കണോമിക് പോളിസി. 3 നമ്പർ ഇട്ടിട്ട് നിങ്ങൾ ഇത് എഴുതിക്കോ. ഈ നമ്പർ നോക്കണ്ടാവും നിങ്ങൾ, ഇത് ഞാൻ ഓർഡറിൽ അങ്ങ് എഴുതിയതേ ഉള്ളൂ. 3 നമ്പർ ഇട്ടിട്ട് നിങ്ങൾ ഇത് എഴുതിക്കോ. എക്കണോമിക് പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക നയം. ഇന്ത്യക്കാർക്കിടയിൽ ദേശീയത വളർത്തുന്നതിന് സഹായകമായത് എങ്ങനെയാണ്? ചോദ്യം എഴുതിയെടുക്കണേ. ഇന്ത്യൻ സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാന ലക്ഷ്യം. ഇത് തൊഴിലില്ലായ്മ, ദാരിദ്ര്യം എന്നിവയ്ക്ക് കാരണമായി. ഇതിനെ തുടർന്ന് കർഷകർ, കൈവേലക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഗോത്ര വിഭാഗക്കാർ എന്നീ വിവിധ വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. ഈ 3 പോയിന്റ് അങ്ങ് എഴുതിയെടുത്താൽ മതി കേട്ടോ. ഇൻ ഇന്ത്യ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ വാസ് ദ എയിം ഓഫ് ദ ബ്രിട്ടീഷ്. The policies adopted by British for the economic exploitation lead to unemployment and poverty. ഇതിൻ്റെ എല്ലാം മലയാളം എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ വായിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ദൃഢതയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ മലയാളം ഇംഗ്ലീഷും എഴുതി വെച്ചേക്കുന്നത് നോക്കൂ നിങ്ങളെ. ഇന്ത്യയിൽ സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇൻ ഇന്ത്യ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ വാസ് ദ എയിം ഓഫ് ദ ബ്രിട്ടീഷ്. ഇത് എന്തോത്തിനൊക്കെ? അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ, പോവർട്ടി, ദാരിദ്ര്യം എന്നിവയ്ക്ക് എന്താ ഇത് കാരണമായി. പിന്നോ ഇതിനെ തുടർന്ന് ആസ് എ റിസൾട്ട് എന്തായിരുന്നു? കർഷകർ, കൈവേലക്കാര്, ചെറുകിട കച്ചവടക്കാരും ഗോത്ര വിഭാഗക്കാരും എന്നീ വിഭാഗങ്ങളെല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. ആസ് എ റിസൾട്ട് ഫാർമേഴ്സ്, ആർട്ടിസൻസ്, സ്മാൾ ട്രേഡേഴ്സ്, ട്രൈബൽ കമ്മ്യൂണിറ്റീസ് സ്റ്റാർട്ടഡ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ആ 3 ക്വസ്റ്റ്യൻ ഓക്കെ ആണോ?
ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പം എക്കണോമിക് പോളിസി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? അത് കഴിഞ്ഞിട്ട് എക്കണോമിക് പോളിസി കഴിഞ്ഞാൽ പിന്നെ വെസ്റ്റേൺ എഡ്യൂക്കേഷനെ കുറിച്ചാവും കുഞ്ഞുങ്ങളെ. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്നാണ് എന്താ ഈ പാശ്ചാത്യ വിദ്യാഭ്യാസം. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരിൽ ദേശീയത വളർത്തുന്നതിൽ എത്രമാത്രം സഹായകമായി എന്ന് കുറിപ്പെഴുതാൻ ഈ നമ്മൾ പറഞ്ഞ 5 പോയിന്റും എന്താ ഒരു 5 പോയിന്റ് വീതം മീൻസ് 5 പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചില്ലേ ഏതാണ്ട് ഈ എക്കണോമിക് പോളിസി ഈ 5 കുറിച്ചും ഇപ്പം എക്കണോമിക് പോളിസിയെക്കുറിച്ച് ഒരു 5 വരി, വെസ്റ്റേൺ എഡ്യൂക്കേഷനെ കുറിച്ച് ഒരു 5 വരിയൊക്കെ മിനിമം 3 വരിയെങ്കിലും പഠിച്ചു വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ. 5 വരി എഴുതാമെങ്കിൽ ബെറ്ററാണ്, 3 വരിയെങ്കിലും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പം നമുക്ക് നോക്കിക്കേ വെസ്റ്റേൺ എഡ്യൂക്കേഷനെ കുറിച്ച് നോക്കൂ നിങ്ങളെ. മോഡേൺ എഡ്യൂക്കേഷൻ സ്പ്രെഡ് ഇൻ ഇന്ത്യ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ 19th century. 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചത്. മനസ്സിലായോ? ദ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യാസ് ബിക്കം കോൺഷ്യസ് ഓഫ് ഡെമോക്രസി, ഫ്രീഡം, ഈക്വൽ ജസ്റ്റിസ്, സയന്റിഫിക് ടെമ്പർ ആൻഡ് സിവിൽ റൈറ്റ്സ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാര് ജനാധിപത്യം, പിന്നെ അവർക്ക് സ്വാതന്ത്ര്യം, സ്ഥിതി സമത്വം, തുല്യനീതി, പിന്നെ ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ച് അവബോധമുള്ളവരായിട്ട് അവരങ്ങ് മാറി കേട്ടോ. ഇന്ത്യൻസ് ഹു ഗോട്ട് acquainted with these new ideas wanted how their country came under the British rule. ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ദേ കോൺസ്റ്റന്റ്ലി ടോക്ക്ഡ് അബൌട്ട് ദ നീഡ് ടു എൻഡ് ദ ബ്രിട്ടീഷ് റൂള്. English became the common language of exchange of ideas for people coming from different part of the country. അല്ലേ? Western education helped Indians to understand about the economic and social weakness of the country. These led to the emergence of nationalism. ഈ 5 പോയിന്റ് 1, 2, 3, 4, 5, 6 പോയിന്റ് നമ്മൾ മെയിൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇതിലൊരു 5 എണ്ണമെങ്കിലും പഠിച്ചു വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ. ഇതിൻ്റെ മലയാള അർത്ഥം എന്ന് വെച്ചാൽ എന്താ? മലയാളംകാരെങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതി സമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ച് അവബോധമുള്ളവരായി മാറി. പിന്നോ മലയാള മീഡിയക്കാർക്കുള്ളതാണ്. പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട് ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടന്റെ കീഴിലായി എന്ന് ചിന്തിച്ചു. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ. ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി അവർ നിരന്തരം സംസാരിച്ചു. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വരുന്നവർക്കായി ആശയ കൈമാറ്റത്തിനുള്ള പൊതുഭാഷയായിട്ട് ഇംഗ്ലീഷ് അങ്ങ് മാറി. രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിന് പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിച്ചു. ഇത് ദേശീയതയുടെ ആവിർഭാവത്തിലേക്ക് വഴിതെളിച്ചു. അപ്പൊ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ചോദിക്കുമ്പം എഴുതാൻ അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അപ്പം നമ്മൾ പഠിച്ചു. പിന്നെ എക്കണോമിക് പോളിസി നമ്മൾ പഠിച്ചു അല്ലേ? ഇനിയുണ്ടോ കുഞ്ഞുങ്ങളെ? ഇനി എന്താണെന്നറിയാമോ? നമ്മുടെ പ്രസ് എന്ന് വെച്ചാൽ ദേശീയത വളർത്തുന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങളുടെ സ്വാധീനം എങ്ങനെയായിരുന്നു എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. പ്രസ് നോക്കിയേ. മെനി പേപ്പേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് റീജിയണൽ ലാംഗ്വേജ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് അറ്റ് ദാറ്റ് ടൈം. The serial reformer Raja Ram Mohan Roy pioneered journalism in India. The newspaper be started were the Sambat Kaumudi in Bengali and Mirat ul Akbar in Persian. Such newspapers was able to respond and criticize the British policies and promote a critical mindset against exploitation. ഇംഗ്ലീഷുകാർ അത് എഴുതിയെടുക്കണം കേട്ടോ നിങ്ങളെ. ഇംഗ്ലീഷുകാർ, അതായത് പ്രസ്, നമ്മുടെ ദേശീയത വളർത്തുന്നതിൽ പത്രമാധ്യമങ്ങളുടെ സ്വാധീനം. പ്രസ്സുകാരുണ്ടല്ലോ, പ്രസ്സിൻ്റെ ചോദ്യം ചോദിക്കുമ്പോൾ ഇത് എഴുതണം കേട്ടോ. ഒരു 4 പോയിന്റ്. പിന്നെ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? എൻ്റെ 5ാമത്തെ ഒരു പോയിന്റും കൂടി എഴുതിയിട്ടുണ്ട്. ലിസ്റ്റഡ് ബിലോ ആർ സം ഇമ്പോർട്ടൻറ്റ് ന്യൂസ് പേപ്പേഴ്സ് വിച്ച് പ്ലേഡ് ഡിസിസീവ് റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് മോഡേൺ ഐഡിയ ആൻഡ് നാഷണലിസം. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. അമൃത ബസാർ പത്രിക, ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ, പിന്നെ മാതൃഭൂമി, അൽ അമീൻ എന്നീ പത്രങ്ങളാണ്. ആ 5 പോയിന്റ് ഇംഗ്ലീഷുകാർ എഴുതിയെടുക്കണം കേട്ടോ. മലയാളം നോക്കൂ നിങ്ങളെ. എൻ്റെ ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായി നിരവധി പത്രങ്ങൾ അക്കാലത്ത് ഇന്ത്യയിൽ നിലവിൽ വന്നു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സാമൂഹ്യ പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയിയാണ്. ആ ഇംഗ്ലീഷ് അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഞാനിങ്ങനെ വായിച്ചു പോയെങ്കിൽ അതിൻ്റെ അർത്ഥം അറിയണേ
കേട്ടോ. പിന്നോ ദ സീരിയൽ റിഫോർമർ ആണ് ആരാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയി ആണ്. പിന്നോ അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് സമ്പാദ് കൗമുദി, അതൊക്കെ ഒരു മാർക്കിന് ചോദിക്കുന്നത് കേട്ടോ. ദ ന്യൂസ് പേപ്പർ സ്റ്റാർട്ടഡ് ബെയർ സമ്പാദ് കൗമുദി ഇൻ ബംഗാളി. മിറദ് ഉൽ അക്ബർ എന്നാ മലയാളം കേട്ടോ. മിറദ് ഉൽ അക്ബർ അത് പേർഷ്യനുമാണ് കേട്ടോ, പേർഷ്യൻ. പിന്നെ സച്ച് ന്യൂസ് പേപ്പേഴ്സ് വാസ് ഏബിൾ ടു റെസ്പോണ്ട് ആൻഡ് ക്രിട്ടിസൈസ് ദ ബ്രിട്ടീഷ് പോളിസീസ് ആൻഡ് പ്രൊമോട്ട് എ ക്രിട്ടിക്കൽ മൈൻഡ് സെറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവരുടെ മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ ഇവരുടെ മനോഭാവം എന്താ എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, എന്തോ ചൂഷണങ്ങൾക്കെതിരെയുള്ള ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായ മനോഭാവം വളർത്താനും ഇത്തരം വർത്തമാന പത്രങ്ങൾ കൊണ്ട് സഹായിച്ചു. പിന്നെ കുഞ്ഞുങ്ങളെ ഒരു പോയിന്റ് കൂടെ ഉണ്ടല്ലോ, ആധുനിക ആശയങ്ങളും ദേശീയതയും വളർത്തുന്നതിന് നിർണായക പങ്ക് വഹിച്ച പ്രധാന പത്രങ്ങളാണ് നമ്മളീ പറഞ്ഞ അമൃത് ബസാർ പത്രികയും ദ ഹിന്ദുവും ടൈംസ് ഓഫ് ഇന്ത്യയും മാതൃഭൂമിയും ഒക്കെ കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? 8. അടുത്ത 9. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയിയാണ്. പൈനേഡ് ജേർണലിസം ഇൻ ഇന്ത്യ രാജാറാം മോഹൻ റോയി. എസ്റ്റാബ്ലിഷ്ഡ് ബ്രഹ്മസമാജ് രാജാറാം മോഹൻ റോയി കേട്ടോ. ഇനി നമ്മൾ കറക്റ്റ് ഇവിടെ മുതലാവും നിങ്ങളെ ഇനി നമ്മൾ ആ ടെസ്റ്റ് ഇനി വായിച്ചു തരാം. എന്നാലും ആ സംഭവം തന്നെയാണ് കുഞ്ഞുങ്ങളെ ഇതിൽ പറയുന്നത്. എന്താ രാജാറാം മോഹൻ റോയിയെ കുറിച്ച് എഴുതാൻ നമ്മൾ ഇതിനകത്തിൽ 3 പേരെ കുറിച്ച് നമ്മുടെ ടെസ്റ്റിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പുസ്തകത്തിൽ കേട്ടോ. അതായത് രാജാറാം മോഹൻ റോയ്, ജ്യോതിറാവ് ഫുലെ, പണ്ഡിത രമാബായി എന്നിവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ടെസ്റ്റിലെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ നോക്കണേ കുഞ്ഞുങ്ങളെ. ഫസ്റ്റ് ആരെക്കുറിച്ചാണ്? രാജാറാം മോഹൻ റോയിയെ കുറിച്ചാണ്. നോക്കണേ കുഞ്ഞുങ്ങളെ. രാജാറാം മോഹൻ റോയി ഇനിഷ്യേറ്റഡ് സോഷ്യൽ റിഫോം ഇൻ ഇന്ത്യ ബോർഡ് ബംഗാൾ ഇൻ 1772. He had profound knowledge in Hinduism, Islam ആൻഡ് ക്രിസ്ത്യാനിറ്റി ആൻഡ് ജൂതവംശം എന്ന് പറയുന്നുണ്ടല്ലോ, ജൂതിസം കേട്ടോ. ജൂതന്മാരെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ടി വിയിലൊക്കെ കേട്ടോ. ജൂതന്മാരെന്നാ കേട്ടോ. ജൂതമതങ്ങളും പിന്നെ ആ പേരൊക്കെ ഒന്ന് അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഇന്ത്യയിലുണ്ടായ രാജാറാം മോഹൻ റോയി ഇനിഷ്യേറ്റ് ചെയ്ത, അതായത് ഇന്ത്യയിലുണ്ടായ സാമൂഹ്യ പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് നമ്മുടെ രാജാറാം മോഹൻ റോയിയാണ്. 1772 ബംഗാളിൽ ജനിച്ച ഇദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂതമതങ്ങളിൽ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നു. നമുക്ക് വല്ലത്തിലുണ്ടോ കുഞ്ഞുങ്ങളെ? അതാ നമുക്ക് വല്ലത്തിലുണ്ടോ? നമുക്ക് ഇംഗ്ലീഷിലും ഇല്ല, മലയാളത്തിലും ഇല്ല, ഹിന്ദിയിലും ഇല്ല അല്ലേ? ഒന്നിലും നമുക്ക് അത്ര പോരാ അല്ലേ? എന്നാ ചോദിച്ചാൽ എല്ലാം നമുക്ക് അറിയുകയും ചെയ്യാം അല്ലേ? അതാണ് നമ്മൾ നോക്കൂ ഞങ്ങളിവിടെ നോളജ് ഇൻ ഹിന്ദുസം, ഹിന്ദുവിലും ഇസ്ലാം, ക്രൈസ്തവ, ജൂതമതങ്ങൾ, എല്ലാ മതങ്ങളിലെ എന്തോത്തിനെ കുറിച്ച് ചോദിച്ചാലും നമ്മുടെ രാജാറാം മോഹൻ റോയി അതിന് മറുപടി പറയായിരുന്നു. എല്ലാത്തിനെ കുറിച്ച് ചോദിച്ചാലും അദ്ദേഹത്തിന് അറിയായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ മേജർ സോഷ്യൽ റിഫോമിംഗ് ആക്ടിവിറ്റീസ് ഓഫ് രാജാറാം മോഹൻ റോയി, ഈ രാജാറാം മോഹൻ റോയിയുടെ പ്രധാന സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? രാജാറാം മോഹൻ റോയിയെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ. ആ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ? എഴുതി എടുക്കണേ. രാജാറാം മോഹൻ റോയി ആരാണെന്നുണ്ട് എല്ലാം കറക്റ്റ് പോയിന്റായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത് നോക്കൂ കുഞ്ഞുങ്ങളെ, അദ്ദേഹത്തിൻ്റെ മേജർ സോഷ്യൽ റിഫോമിംഗ് ആക്ടിവിറ്റീസ്. ഓക്കെ, ഹീ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ അബോളിഷിങ് സതി. എന്താ കുഞ്ഞുങ്ങളെ? അദ്ദേഹം സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. പണ്ട് കാലത്തെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അടക്കുന്ന ചിതയുണ്ടല്ലോ, തീ കത്തിക്കത്തില്ലേ കുഞ്ഞുങ്ങളെ? ചിതയെന്ന് പറയും അല്ലേ? ആ തീ കത്തിക്കൊണ്ടിരിക്കുമ്പം ആ ഭാര്യ എടുത്ത് ആ ചിതയിൽ ചാടി മരിക്കണമെന്നൊരു പണ്ടൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ ആ രീതിയെല്ലാം നമ്മുടെ രാജാറാം മോഹൻ റോയി പറഞ്ഞ് മതി അങ്ങനെ ആരെയും ഒരാൾ മരിച്ചു എന്ന് കരുതി അങ്ങനെ കൂടെ മരിക്കണ്ട അല്ലേ? അതിൻ്റെ ആവശ്യമില്ല. ഹീ പ്ലേഡ് എ ക്രൂഷ്യൽ റോള്. അദ്ദേഹം ഒരു അതിനുവേണ്ടി ഒരു മുഖ്യ പങ്ക് തന്നെ അദ്ദേഹം അതിൽ വഹിച്ചു എന്ന സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. പിന്നെ സ്റ്റാർട്ടഡ് മെനി സ്കൂൾസ് ടു ഇമ്പോർട്ട് മോഡേൺ എന്താ നിങ്ങളെ മോഡേൺ എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തു? ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു.
മോഡേൺ എഡ്യൂക്കേഷൻ, ആധുനിക വിദ്യാഭ്യാസത്തിനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് സ്കൂളുകൾ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളുടെ ടെസ്റ്റ് കിടപ്പുണ്ട് ഇത് കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങളെ, സ്റ്റാർട്ടഡ് എ സോഷ്യൽ റിഫോം മൂവ്മെന്റ് കാൾഡ് ബ്രഹ്മസമാജ. ബ്രഹ്മസമാജം എന്ന ഒരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനവും അദ്ദേഹം ആരംഭിച്ചു. രാജാറാം മോഹൻ റോയിയുടെ ഓരോ പോയിന്റ് പഠിച്ചോണ്ടേ കുഞ്ഞുങ്ങളെ. ഒന്നാമത്തെ സതി നിർത്തലാക്കി. 2 മോഡേൺ എഡ്യൂക്കേഷൻ, കുറേ ആധുനിക വിദ്യാഭ്യാസം അദ്ദേഹം കുറേ സ്കൂളുകളിൽ കൊണ്ടുവന്നു. പിന്നെ അദ്ദേഹം ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകനാണ്. ഇതൊക്കെ ഓരോ മാർക്കിന്റെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. പിന്നെ കുഞ്ഞുങ്ങളെ, ഫോർട്ട് എഗെയിൻസ്റ്റ് സോഷ്യൽ ഇവൽസ്, അതായത് ലൈക്ക് ചൈൽഡ് മാരേജ് ആൻഡ് പോളിഗമി എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, ബഹുഭാര്യാത്വത്തിനാണ് ഈ പോളിഗമി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാര്. ശൈശവ വിവാഹം, ചൈൽഡ് മാരേജ്. ഫോർട്ട് എഗെയിൻസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെയുള്ള തിന്മകൾക്കെതിരെ എല്ലാം എന്ത് ചെയ്തു, ഫോർട്ട് എഗെയിൻസ്റ്റ് സോഷ്യൽ ഇവൽസ് ലൈക്ക് ചൈൽഡ് മാരേജ് ആൻഡ് പോളിഗമി. വായിക്കാൻ അറിയണേ നിങ്ങളെ. ശൈശവ വിവാഹവും ബഹുഭാര്യാത്വം എന്നീ സാമൂഹ്യ തിന്മകൾക്കെതിരെ അദ്ദേഹം എഗെയിൻസ്റ്റ് പോരാടി. ഫോർട്ട് എഗെയിൻസ്റ്റ് സോഷ്യൽ ഇവൽസ്. വായിക്കാൻ അറിയണേ. അടുത്തത്, ആർഗ്യൂഡ് ദാറ്റ് വുമൺ ഹാവ് ദ റൈറ്റ് ടു ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, നമ്മുടെ സ്ത്രീകൾക്ക് പൂർവിക സ്വത്തുകൾ ഉണ്ട് സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് അദ്ദേഹം വാദിച്ചു. സ്ത്രീകളെയൊക്കെ കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ അവരുടെ ഭാരം കഴിഞ്ഞു, അവരെ പറഞ്ഞു വിട്ടു അങ്ങനെയൊക്കെ ഉണ്ട്. അവർക്ക് പിന്നെ അവരുടെ പിന്നീടുള്ള സ്വത്തുകളോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല എന്നൊക്കെ ഉണ്ട് പണ്ടുണ്ടായിരുന്നു അതല്ല അദ്ദേഹം പറഞ്ഞു അങ്ങനൊന്നും ഇല്ല, എല്ലാവർക്കും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്താൽ മതി അങ്ങനെ കൊടുക്കുക, അങ്ങനൊന്നും വേണ്ട പിന്നോ സ്റ്റുഡ് എഗെയിൻസ്റ്റ് നോക്കണേ. പിന്നെ ഐ ആണ് കേട്ടോ ഇതിനെ, അതായത് വിഗ്രഹാരാധന കേട്ടോ, ഐഡോളട്രി. ആ വാക്ക് നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. എന്താണ് ഐഡോളട്രി എന്നാ കേട്ടോ, എന്ന് വെച്ചാൽ വിഗ്രഹാരാധനയും ആൻഡ് പോളിറ്റിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസം എന്നാ കേട്ടോ. ആ 2 വാക്കൊന്ന് അറിയണേ കേട്ടോ. ഐഡോളട്രിയും പോളിറ്റിസം ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടല്ലോ POLI പോളിറ്റിസം കേട്ടോ. സ്റ്റുഡ് എഗെയിൻസ്റ്റ് എന്ന് വെച്ചാൽ എന്നിവയ്ക്കെതിരെ, വിഗ്രഹാരാധനയും ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെയും നിലകൊണ്ടും കേട്ടോ. ആ ഒരു 5 പോയിന്റും പഠിക്കണേ കുഞ്ഞുങ്ങളെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രാജാറാം മോഹൻ റോയിയെ കുറിച്ച് കേട്ടോ. ഇനി വായിക്കണ്ടല്ലോ അതായത് നമ്മുടെ സതി നിർത്തലാക്കി. പിന്നെ മോഡേൺ എഡ്യൂക്കേഷനിൽ ഒരുപാട് സ്കൂളുകളിൽ ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകനാണ്. പിന്നെ സ്ത്രീകൾക്ക് സ്വത്തുക്കൾ, അവരുടെ സ്വത്തുക്കൾ പൈതൃക സ്വത്തിൽ അവർക്കും അവകാശമുണ്ട്. പിന്നെ ഐഡോളറ്ററിയും പോളിറ്റിസോ കേട്ടോ, ഈ സ്പെല്ലിംഗ് ഒക്കെ പഠിക്കണേ, എന്നിവയ്ക്കെതിരെയും അദ്ദേഹം എന്ത് ചെയ്തു, നിലകൊണ്ടുവന്നു കേട്ടോ. അപ്പം രാജാറാം മോഹൻ റോയിയെ കുറിച്ച് അത്രയേ ഉള്ളൂ നിങ്ങളെ. പത്രങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണല്ലോ പത്രങ്ങളെക്കുറിച്ചും പറഞ്ഞതാണ്. ലിസ്റ്റ് ബിലോ ദ സം ഇമ്പോർട്ടൻറ്റ് ന്യൂസ് പേപ്പർ വിച്ച് അത് മുമ്പ് പറഞ്ഞതാണ് ഓക്കെ. അപ്പം ഇനി രാജാറാം മോഹൻ റോയിയെ കുറിച്ചുള്ള മലയാളം നിങ്ങൾ ഏതാണ്ട് ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയിയാണ്. 1772 ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നു. രാജാറാം മോഹൻ റോയിയുടെ പ്രധാന സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളാണ് സതി നിർത്തലാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശൈശവ വിവാഹം, ബഹുഭാര്യാത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെയും നിലകൊണ്ടു കേട്ടോ. അത് നല്ലതുപോലെ എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാകും നിങ്ങളെ ടെസ്റ്റിലെ അടുത്തൊരാളാണ് ജ്യോതിറാവു ഫുലെ. പേരൊക്കെ നല്ലതുപോലെ പഠിക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ജ്യോതിറാവു ഫുലെ, എല്ലാം മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ജ്യോതിറാവു ഫുലെ നോക്കിക്കേ. ജ്യോതിറാവു ഫുലെ വാസ് എ സോഷ്യൽ റിഫോർമർ കേട്ടോ. ജ്യോതിറാവു ഫുലെ വാസ് എ സോഷ്യൽ റിഫോർമർ who fought for the right of people who were considered lower caste in Maharashtra and for the women.
വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ജ്യോതിറാവു ഫുലെ വാസ് എ സോഷ്യൽ റിഫോർമർ ഹു ഫോട്ട് ഫോർ ദ റൈറ്റ് ഓഫ് പീപ്പിൾ ഹു വെയർ കൺസിഡേർഡ് ലോവർ കാസ്റ്റ് ഇൻ മഹാരാഷ്ട്ര ആൻഡ് ഫോർ ദ വുമൺ. അതായത് മഹാരാഷ്ട്രയിലെ താഴ്ന്നതെന്ന് കാണപ്പെട്ട ജാതിയിൽപ്പെട്ടവരുടെയും താഴ്ന്ന ജാതിക്കാരുണ്ടല്ലോ നിങ്ങളെ, അതാ അവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായിട്ട് പോരാടിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്, സോഷ്യൽ റിഫോർമർ എന്ന് വെച്ചാൽ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആരാവും നിങ്ങളെ? നമ്മുടെ ജ്യോതിറാവു ഫുലെ. ഓക്കെ ആണോ? ഹി ഫോംഡ് ആൻ ഓർഗനൈസേഷൻസ് നെയ്മഡ് നോക്കണേ, സത്യശോധക് സമാജ് എന്നാ കേട്ടോ. ഷോയാണേ, ശോധക് സമാജ്. മലയാളംകാർക്ക് ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഷോ എന്നാണേ നിങ്ങൾ ഇംഗ്ലീഷുകാർ. സത്യശോധക് സമാജ് ഫോർ സോഷ്യൽ റിഫോർമേഷൻ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? അദ്ദേഹം സത്യശോധക സമാജം എന്ന സംഘടനയ്ക്കും അദ്ദേഹം രൂപം കൊടുത്തു. ദീസ് ഓർഗനൈസേഷൻ മെയ്ഡ് എഫേർട്ട് ഫോർ, അദ്ദേഹം എന്ത് ചെയ്തു? വിഡോ മാരേജ് ആൻഡ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻസ് ടു ചിൽഡ്രൻസ് ഓഫ് വിഡോസ്. എന്താ നിങ്ങളെ? അദ്ദേഹം ഉണ്ടല്ലോ ഈ വിധവാ വിവാഹം നടപ്പിലാക്കാനും, ഭർത്താവ് മരിച്ചു കഴിഞ്ഞുള്ള സ്ത്രീകൾ, അതവരെയാണ് നമ്മൾ വിധവ എന്നുദ്ദേശിക്കുന്നത്. ഈ വിധവകളെ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും വിവാഹം നടപ്പിലാക്കാനും, ഈ വിധവകൾക്ക് മക്കളുണ്ടെങ്കിൽ അവരെ സംരക്ഷണം നൽകുന്നതിനും അദ്ദേഹം എന്ത് ചെയ്തു നിങ്ങളെ? കുറേ സംഘടനകൾക്ക് ശ്രമം നടത്തിയായിരുന്നു കേട്ടോ, അവരെയൊക്കെ സംരക്ഷിക്കാനുള്ളത്. പിന്നെ ഹി എസ്റ്റാബ്ലിഷ്ഡ് മെനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ വുമൺ ആൻഡ് ദളിത്. പിന്നെ കുഞ്ഞുങ്ങളെ, സ്ത്രീകളും ദളിതർ എന്നിവർക്കായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അദ്ദേഹം, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അദ്ദേഹം സ്ഥാപിച്ചു. ദ പീപ്പിൾ ഓഫ് ഇവിടെ മഹാരാഷ്ട്ര എസ്പെഷ്യലി റെസ്പെക്റ്റ്ഫുള്ളി, ദ പീപ്പിൾ ഓഫ് മഹാരാഷ്ട്ര റെസ്പെക്റ്റ്ഫുള്ളി കാൾഡ്. അത് ഇമ്പോർട്ടൻ്റ് ചോദ്യം നിങ്ങളെ. എന്താണെന്നറിയോ? ഈ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ഈ നമ്മുടെ ജ്യോതിറാവു ഫുലെയെ ബഹുമാനത്തോടെ, റെസ്പെക്റ്റ് എന്ന് വെച്ചാൽ എന്താ? ബഹുമാനത്തോടെ അല്ലെ ആദര സൂചകമായിട്ട് വിളിക്കുന്നത് മഹാത്മാ എന്നാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ദേശീയതയെക്കുറിച്ച് ആദ്യം പഠിച്ചു. എന്താണ് ദേശീയത? ഇതിനകത്തൊരു 5 പോയിന്റുകൾ ഉണ്ടായിരുന്നു. നമ്മൾ വെസ്റ്റേൺ എഡ്യൂക്കേഷനെ കുറിച്ച് പഠിച്ചു, നാഷണൽ പോളിസിയെ കുറിച്ച് പഠിച്ചു, പത്രങ്ങളെ കുറിച്ച് പഠിച്ചു കേട്ടോ, പ്രസ്സിനെ കുറിച്ച് ഓരോ ക്വസ്റ്റ്യനും കേട്ടോ, പ്രസ്സിൽ ഉണ്ടായതെങ്ങനെ എന്തൊക്കെയാണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് സോഷ്യൽ റിഫോർമർമാരെ കുറിച്ചാണ്. അതിലൊന്നാമത് പഠിച്ചത് രാജാറാം മോഹൻ റോയിയെ കുറിച്ചാണ്. അദ്ദേഹം സതി നിർത്തലാക്കി, ബ്രഹ്മസമാജം കൊണ്ടുവന്നു, ആധുനിക വിദ്യാഭ്യാസത്തിന് കുറേ സ്കൂളുകൾ കൊണ്ടുവന്നു, ശൈശവ വിവാഹവും ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ താമസിപ്പിക്കുന്ന രീതിയെല്ലാം അദ്ദേഹം നിർത്തലാക്കി. നമ്മുടെ സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് പറഞ്ഞു. വിഗ്രഹാരാധനയും ബഹുദൈവ വിശ്വാസത്തിനെയും ഒക്കെ അദ്ദേഹം എന്നിവയ്ക്കെതിരെ എല്ലാം അദ്ദേഹം പോരാടിയതായിരുന്നു നമ്മുടെ രാജാറാം മോഹൻ റോയ്. എന്നാൽ നമ്മുടെ ജ്യോതിറാവു ഫുലെ എന്തൊക്കെയാണ് നിങ്ങളെ? ഈ 5 പോയിന്റ് ഇംഗ്ലീഷുകാർ എഴുതിയെടുക്കണേ കേട്ടോ. 5 പോയിന്റ് കേട്ടോ, പഠിക്കണേ എൻ്റെ പൊന്നുമക്കളെ, എഴുതിയെടുത്ത് പഠിക്കണേ കേട്ടോ. നോക്കിയേ, ജ്യോതിറാവു ഫുലെ എന്തൊക്കെയാണ് നിങ്ങളെ ചെയ്തത്? മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതിയിൽപ്പെട്ടവരുടെ എല്ലാം സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതിറാവു ഫുലെ കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ജ്യോതിറാവു ഫുലെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സത്യശോധക സമാജം, ഒരു മാർക്കിന്റെ ചോദ്യമാണ്. ആരുടെയാ? ജ്യോതിറാവു ഫുലെയുടെ. സത്യശോധക സമാജം എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകി. വിധവാ വിവാഹം നടപ്പിലാക്കുവാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിലും ഈ സംഘടനാ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പിന്നെ നിങ്ങളെ സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. മഹാരാഷ്ട്രയിലെ ജനത ആദര സൂചകമായിട്ട് നമ്മുടെ ജ്യോതിറാവു ഫുലെയെ വിളിക്കുന്ന പേര് മഹാത്മാ എന്നാണ്. എന്താ നിങ്ങളെ? മഹാത്മാ എന്നാണ്. ഒരു മാർക്കിനൊക്കെ ഇതിനകത്ത് കൂടുതൽ ഓരോ മാർക്കിൻ്റെ ചോദ്യങ്ങളുള്ള ഒത്തിരി ചോദ്യമുണ്ട്. അപ്പം ഞാനത് എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇപ്പം സത്യശോധക സമാജ് എന്ന് കേൾക്കുമ്പോഴേ ആരുടെയാ? ജ്യോതിറാവു ഫുലെയുടെയാ കേട്ടോ നിങ്ങളെ. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി നിരവധി പ്രസ്ഥാനങ്ങൾ സ്ഥാപിച്ചത് ആരാണ്? നമ്മുടെ ജ്യോതിറാവു ഫുലെയാണ്. പിന്നെ മോഡേൺ ആധുനിക വിദ്യാഭ്യാസം കൊണ്ടുവന്ന ആരാവും നിങ്ങളെ? രാജാറാം മോഹൻ റോയിയാണ്. വിധവകൾക്കും സ്ത്രീകൾക്കും ഒക്കെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നത് ജ്യോതിറാവു ഫുലെയാണ്. ഇതൊക്കെ തിരിഞ്ഞു പോകരുത് കേട്ടോ. പിന്നെ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ആദര സൂചകമായിട്ട് ജ്യോതിറാവു ഫുലെയെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? മഹാത്മാ എന്നാണ് കേട്ടോ. ഇതൊക്കെ ഒരു മാർക്കിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് കേട്ടോ.
ഇനി അടുത്ത വ്യക്തിയാണ് നമ്മുടെ ടെസ്റ്റിലെ ഓരോരുത്തരെ കുറിച്ചും. 3 പേരാണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. രാജാറാം മോഹൻ റോയ്, ജ്യോതിറാവ് ഫുലെ, അടുത്തൊരാളാവും നിങ്ങളെ ഏതാ പണ്ഡിത രമാബായി. പണ്ഡിത രമാബായി. ഇതിൻ്റെ എല്ലാം പാഠം ഉൾപ്പെടെ നമ്മുടെ ടെസ്റ്റിലുണ്ട്. ഇത് തന്നെയാണ് ടെസ്റ്റിലുള്ളതുകൊണ്ടാണ് ഞാൻ ടെസ്റ്റ് വായിക്കാഞ്ഞത്, കാരണം പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇതെല്ലാം. പണ്ഡിത രമാബായി വാസ് ദ ഫെമിനിൻ പ്രസൻസ് ഇൻ ദി ഫീൽഡ് ഫീൽഡ് ഓഫ് സോഷ്യൽ റിഫോംസ്. പണ്ഡിത രമാബായി എൻ്റെ മലയാളം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രമാബായി വാസ് എ ഫെമിനിൻ പ്രസൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സോഷ്യൽ റിഫോംസ്. സാമൂഹ്യ പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു. ഫെമിനിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാബായി. രമാബായി വാസ് ഹോണേഡ് വിത്ത് ദ ടൈറ്റിൽ ഓഫ് പണ്ഡിത ബൈ ദ ടീച്ചേഴ്സ് ഓഫ് ദ യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട ഫോർ ഹെർ നോളജ് ഇൻ സംസ്കൃത ലിറ്ററേച്ചർ. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആവും ഞങ്ങളെ. അതായത് സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കട്ട സർവകലാശാലയിലെ അധ്യാപകർ ഈ രമാബായിയെ വിളിക്കുന്നത് പണ്ഡിത എന്ന ബഹുമതി. വേറെ മഹാത്മാ എന്ന് പറഞ്ഞത് ആരെയാ? അറിയാം നിങ്ങളെ, ജ്യോതിറാവ് ഫുലെയാണ് കേട്ടോ. ഓരോരുത്തരെയും വിളിക്കുന്ന പേര് ഓർത്തോണേ. മഹാത്മാ എന്ന് വിളിക്കുന്നത് ആരാ? ജ്യോതിറാവ് ഫുലെ. പണ്ഡിത എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ കൽക്കട്ട സർവകലാശാലയിലെ അധ്യാപകർ. കൽക്കട്ട സർവകലാശാലയിലെ അധ്യാപകർ എല്ലാവരും കൂടി നമ്മുടെ രമാബായിയെ ഏത് ബഹുമതിയാണ് നൽകിയത്? പണ്ഡിത എന്ന ബഹുമതി നൽകി. പണ്ഡിത രമാബായി ഫോർട്ട് എഗെയിൻസ്റ്റ് ദ ചൈൽഡ് മാരേജ് ആൻഡ് സ്റ്റാർട്ടഡ് സ്കൂൾസ് ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് വിഡോസ് ആൻഡ് ഗേൾസ്. എല്ലാവരും ഇതിന് സപ്പോർട്ടായിരുന്നു അല്ലേ നിങ്ങൾ? ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും ഈ പറയുന്ന പോലെ തന്നെ വിധവകളുടെയും കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും നിരവധി സ്കൂളുകൾ നമ്മുടെ പണ്ഡിത രമാബായിയും തുടങ്ങിയായിരുന്നു. അപ്പോൾ ഈ 3 പേരും ചുരുക്കം പറഞ്ഞാൽ ഇതിനു വേണ്ടി പോരാടിയ വ്യക്തികളാണ് അല്ലേ. പിന്നോ ആൻഡ് ഓർഗനൈസേഷൻ കാൾഡ് ആര്യ മഹിളാ സമാജ്. ഇനി നമ്മളിപ്പോൾ ഈ 3 പേരുടെ ഓരോ സമാജത്തെ കുറിച്ച് പഠിച്ചു കേട്ടോ. ആര്യ മഹിളാ സമാജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ സച്ച് ആക്ടിവിറ്റീസ്. ഇത്തരം പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മുടെ പണ്ഡിത രമാബായി നടത്തിയ ഒരു സംഘടനയാണ് ആര്യ മഹിളാ സമാജ് കേട്ടോ. എ ഷെൽട്ടർ കാൾഡ് ആർക്കാണ് നിങ്ങളെ? ശാരദ കേട്ടോ. ശാരദാ സദനം എന്നാണ്. എ ഷെൽട്ടർ കാൾഡ് ശാരദാ സദൻ വാസ് സ്റ്റാർട്ടഡ് ഫോർ ദ റീഹാബിലിറ്റേഷൻസ് ഓഫ് വായിക്കാൻ പറ്റണേ വിഡോസ് ആൻഡ് എ പ്രോജക്റ്റ് കാൾഡ് മുക്തി മിഷൻ വാസ് സ്റ്റാർട്ടഡ് ടു പ്രൊവൈഡ് വൊക്കേഷണൽ ട്രെയിനിങ് ഫോർ വുമൺ. വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം എന്ന ഒരു അഭയ കേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായിട്ട് മുക്തി മിഷൻ എന്നൊരു സ്ഥാപനവും നമ്മുടെ പണ്ഡിത രമാബായി ചെയ്തു. ഒരു 5 പോയിന്റ് ഇവരെ കുറിച്ച് പഠിച്ചിരിക്കണം എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ. രാജാറാം മോഹൻ റോയിയെ കുറിച്ച് ഒരു 5 സെന്റൻസ് ഞാനിപ്പോൾ ഒരു 50 തവണയിലും പറഞ്ഞു കാണും. എന്താ കുഞ്ഞുങ്ങളെ? നമ്മളെ സതി നിർത്തലാക്കിയതും ബ്രഹ്മസമാജം കൊണ്ടുവന്നതും പിന്നെ ശൈശവിവാഹവും ബഹുഭാര്യത്വം നിർത്തലാക്കിയതും സ്ത്രീകൾക്ക് പൊതുസ്വത്തിൽ അവകാശം കൊടുത്തതും വിഗ്രഹാധനം ഇതൊക്കെ കൊണ്ടുവന്നത് നമ്മുടെ രാജാറാം മോഹൻ റോയിയാണ്. ജ്യോതിറാവ് ഫുലെയെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാനറിയാം? മഹാരാഷ്ട്രയിലെ താഴ്ന്ന ആൾക്കാർ, ജാതിയിൽ താഴ്ന്നവരും ഇപ്പം സാമ്പത്തികമായിട്ട് താഴ്ന്നവരെയൊക്കെ എന്ത് ചെയ്തു? സാമൂഹ്യ പരിഷ്കരണത്തിനായിട്ട് നമ്മുടെ ജ്യോതിറാവ് ഫുലെ മഹാരാഷ്ട്രയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തായിരുന്നു അല്ലേ. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സത്യശോധക എന്ന് പറയുന്ന ഒരു സമാജം തന്നെ ജ്യോതിറാവ് ഇവിടെ കൊണ്ടുവന്നു. സ്ത്രീകൾക്കും ദളിതർക്കും സ്കൂളും കൊണ്ടുവന്നു. അത് മഹാരാഷ്ട്രയില് ജനത അവരെ മഹാത്മാ എന്നൊക്കെയാണ് വിളിക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ പണ്ഡിത രമാബായി ഈ പറയുന്നത് പോലെ എന്താണ്? കൽക്കട്ട സർവകലാശാലയിലെ അധ്യാപകര് ഈ രമാബായിയെ വിളിക്കുന്നത് പണ്ഡിത എന്നാണ്. ഇനി അവരും ഈ പറയുന്നത് പോലെ എന്താ നിങ്ങളെ? നമ്മുടെ വിധവകൾക്കും ശൈശവവിവാഹത്തിനെതിരെ ഒക്കെ എന്ത് ചെയ്തു? ഒരുപാട് അവരും പ്രയത്നിച്ചായിരുന്നു അല്ലെ. നിരവധി സ്കൂളുകളും ആരംഭിച്ചു. പിന്നെ ആര്യ മഹിളാ സമാജം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ഒരു സംഘടന ഇവർ രൂപീകരിച്ചു. ഈ വിധവകളുടെ അവർക്ക് വീണ്ടും താമസിക്കാനായിട്ട് ശാരദാ സദനം എന്ന് പറയുന്ന ഒരു അഭയ കേന്ദ്രമുണ്ടാക്കി. ഇനി ജോലിയൊന്നുമില്ല, തൊഴിലിന് കൊടുക്കും വേണ്ടി അവർ തൊഴിൽ പരിശീലനത്തിന് വേണ്ടി അവർ മുക്തി മിഷൻ എന്നൊരു സ്ഥാപനവും നമ്മുടെ പണ്ഡിത രമാബായി ആരംഭിച്ചു എന്ന് പഠിക്കണം കേട്ടോ. എല്ലാത്തിൻ്റെയും ഒരു 5 പോയിന്റ് വെച്ച് പഠിക്കണേ കേട്ടോ. ഓക്കെ നിങ്ങളെ. അപ്പം അടുത്ത 14ാമത്തെ ഹൂ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ അബോളിഷിംഗ് സതി. സതി എന്ന് കേൾക്കുമ്പോഴേ ഒന്നും ആലോചിക്കേണ്ട, രാജാറാം മോഹൻ റോയ്. സതി നിർത്തലാക്കുന്നതിന് നിർണായക പങ്ക് വഹിച്ചത് നമ്മുടെ രാജാറാം മോഹൻ റോയാണ്. രാജാറാം മോഹൻ റോയ് സ്റ്റാർട്ടഡ് സോഷ്യൽ റിഫോം മൂവ്മെന്റ്. രാജാറാം മോഹൻ റോയ് എന്ന് കേൾക്കുമ്പോഴേ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തതാണ് ബ്രഹ്മസമാജം.
സതി എന്ന് കേൾക്കുമ്പോൾ രാജാറാം മോഹൻ റോയ് അല്ലേ, പിന്നെന്താ രാജാറാം മോഹൻ റോയ് സ്റ്റാർട്ട് ചെയ്യുന്ന കേൾക്കുമ്പോഴേ ആരംഭിച്ചത് ബ്രഹ്മസമാജമാണ്. ജ്യോതിറാവു ഫുലെ ഫോംഡ് ആൻ ഓർഗനൈസേഷൻ. ജ്യോതിറാവു ഫുലെ എന്ന് കേൾക്കുമ്പോഴേ സത്യശോധക സമാജാണ്. എഴുതിയെടുക്കണേ നിങ്ങൾ, ഇംഗ്ലീഷും മലയാളം ഉണ്ട്. ദ പീപ്പിൾ ഓഫ് മഹാരാഷ്ട്രയിലെ ആൾക്കാരെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ ജ്യോതിറാവു ഫുലെയാണ് മഹാത്മാ എന്ന് വിളിച്ചത്. ഇപ്പം നമ്മൾ പറയുന്നത് അത് തന്നെയല്ലേ. ഹു എസ്റ്റാബ്ലിഷ് മെനി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ വുമൺ. ദളിത്തിനും സ്ത്രീകൾക്കും സ്കൂൾ പണിഞ്ഞു കൊടുത്തത് നമ്മുടെ ജ്യോതിറാവു ഫുലെയാണ്. പിന്നെ ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചത് പണ്ഡിത രമാഭായിയാണ് കേട്ടോ. ഇതെല്ലാം ഓരോ മാർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളാണ് കേട്ടോ. എഴുതിയെടുക്കണേ. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളത് പോസ് ചെയ്തിട്ടിട്ട് സമാധാനത്തെ എഴുതിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാനെന്ന് വെച്ചാൽ നമുക്ക് സമയം ഇങ്ങനെ പോകുന്നതുകൊണ്ട് സ്പീഡിൽ പറയുന്നതാണ്. നിങ്ങളത് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പം നമ്മളിപ്പോൾ എത്ര എണ്ണം പറഞ്ഞു? 19 പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ അല്ലേ? 19. അടുത്ത 20ാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ടെസ്റ്റിനകത്തിലെ ബോക്സിലെ ഒരു ചോദ്യമോ നിങ്ങളെ എന്നാണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഞാനത് നിങ്ങൾക്ക് ഇംഗ്ലീഷുകാർക്ക് ആദ്യമായിട്ടാണ് പഠിക്കുന്നെങ്കിൽ അത് ഒരു ഇച്ചിരി കട്ടിയുള്ള വാക്കുകളുള്ളതുകൊണ്ട് ഞാനത് മലയാളം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കുളവാക്കിയെന്ന് തോന്നുന്നല്ലേ, വരച്ച് അത് അപ്പുറവും ഇപ്പുറവും കൂടെ ഒക്കെ ആയപ്പോഴത്തേക്ക് കുളമായി. സാരമില്ല, നോക്കിയോ നിങ്ങളെ. സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിൻ്റെ ഫൗണ്ടേഴ്സ് സ്ഥാപകരും ആരാണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാഠത്തിൽ. നോക്കിയോ നിങ്ങളെ. പ്രാർത്ഥനാ സമാജം. ഈ മലയാളം വായിച്ചിട്ട് നിങ്ങൾ ആ ഇംഗ്ലീഷ് നോക്കാമെങ്കിൽ എളുപ്പം കേട്ടോ. ഇംഗ്ലീഷുകാർക്കും മലയാളംകാർക്കും പഠിക്കാൻ എളുപ്പം. നോക്കൂ നിങ്ങളെ. പ്രാർത്ഥനാ സമാജ് ആത്മറാം പാണ്ഡുരംഗ്. അതൊക്കെ നമ്മൾ പറയുമ്പോൾ എളുപ്പമാണെങ്കിലും ആ സ്പെല്ലിങ് നിങ്ങൾ ഇംഗ്ലീഷ് നോക്കണം. കാരണം നിങ്ങൾ ഇത് ആദ്യമായിട്ടല്ലേ നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്നത്. അതുകൊണ്ട് നല്ലതുപോലെ മനസ്സിലാക്കണം കേട്ടോ. പ്രാർത്ഥനാ സമാജ്, ആര്യ സമാജ് കേട്ടോ. ആര്യ സമാജം കൊണ്ടുവന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. പ്രാർത്ഥനാ സമാജം കൊണ്ടുവന്നത് ആത്മറാം പാണ്ഡുരംഗാണ്. പിന്നെ അലിഗഡ് പ്രസ്ഥാനം, അലിഗഡ് അതാ ഇംഗ്ലീഷിലിരുന്ന് കണ്ടോ. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. പിന്നെ തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിഡ്സ്കി കേട്ടോ. കേണൽ ഓൽക്കോട്ട്, OL ആണ് കുഞ്ഞുങ്ങളെ, ഓൽക്കോട്ട്. കേണൽ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് കണ്ടോ കുഞ്ഞുങ്ങളെ, കൊളോണൽ എന്ന് കണ്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിഡ്സ്കി, കേണൽ ഓൽക്കോട്ട് കേട്ടോ. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജം വീരശലിംഗം പന്തുലു. എന്തിലു? വീരശലിംഗം പന്തുലു കേട്ടോ. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. പിന്നെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. അത് മാത്രമേ ഒരു ഇച്ചിരി പിടികിട്ടുന്നുള്ളൂ അല്ലേ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. ഇത് നമുക്കൊരവധി കിട്ടുന്നതല്ലേ, ഈ ആഴ്ചയുണ്ട് അല്ലേ. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ആ 9 വായിക്കാൻ പറ്റുന്നുണ്ടോ? ആ മലയാളം എഴുതിയെടുക്കണം കേട്ടോ. ഇംഗ്ലീഷുകാരുടെ അടുത്താണ് ഞാൻ ഈ പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയക്കാർ ഈ മലയാളം എടുത്ത് വെച്ച് പഠിക്കണം. കാരണം പേര് നിങ്ങൾ ഇതെല്ലാം ആദ്യമായിട്ട് കേൾക്കുക. പന്തുലു, ചിങ്കിലു, പിങ്കിലു എന്നൊക്കെയുള്ള കുറേ പേരുകളുണ്ട് കേട്ടോ. അത് ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും. ഇച്ചിരി കഴിഞ്ഞ് ഇതൊക്കെ അങ്ങ് മാറിക്കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞ് എടുക്കുമ്പം പന്തിലുമായിരിക്കും കേട്ടോ. എന്താ കുഞ്ഞുങ്ങളെ? പ്രാർത്ഥനാ സമാജം, ആര്യ സമാജം, അലിഗഡ് പ്രസ്ഥാനം, തിയോസഫിക്കൽ സൊസൈറ്റി, രാമകൃഷ്ണ മിഷൻ, ഹിതകാരിണി സമാജം, സ്വാഭിമാന പ്രസ്ഥാനം, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, സാധുജന പരിപാലന സംഘം, ആത്മറാം പാണ്ഡുരംഗ്, സ്വാമി ദയാനന്ദ സരസ്വതി, സർ സയ്യിദ് അഹമ്മദ് ഖാന്, മാഡം ബ്ലാവിഡ്സ്കി, കേണൽ ഓൾക്കോട്ട്, സ്വാമി വിവേകാനന്ദൻ, വീരശലിംഗം പന്തുലു, EV രാമസ്വാമി നായ്ക്കർ, ശ്രീനാരായണ ഗുരു, പിന്നെ അയ്യങ്കാളി. വായിക്കുന്നതൊക്കെ ഓക്കെ ആണോ നിങ്ങളെ? എഴുതിയെടുക്കണേ കേട്ടോ. അപ്പോൾ 21ാമത്തെ ക്വസ്റ്റ്യനോടെ നമുക്ക് ഈ പാർട്ട് വൈൻഡപ്പ് ചെയ്യാം കുഞ്ഞുങ്ങളെ. ഹൗ ഡിഡ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ് നാഷണലിസം എമംഗ് ഇൻ ഇന്ത്യ?
ഇന്ത്യക്കാർക്കിടയിൽ ദേശീയത വളർത്തിയെടുക്കുന്നതിന് ഗതാഗതവും വാർത്താവിനിമയവും ഇങ്ങനെ സഹായിച്ചു എന്നാവും നിങ്ങളെ ഈ ഒരു ലിങ്കിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇന്ത്യക്കാർക്കിടയിൽ ദേശീയത വളർത്തിയെടുക്കുന്നതിന് നമ്മൾ പറഞ്ഞായിരുന്നു അടുത്ത പോയിന്റ് അത് കേട്ടോ, ഗതാഗതവും വാർത്താവിനിമയവും, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ അതിൻ്റെ ഓരോ പാർട്ടിനെ കുറിച്ചും ഇല്ലേ ഏതൊക്കെയായിരുന്നു ഇപ്പോൾ എന്തൊക്കെയാവും നിങ്ങളെ അതാണ് അതിൻ്റെ വേണ്ടേ. എക്കണോമിക് പോളിസിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, വെസ്റ്റേൺ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു, ലിറ്ററേച്ചർ ആൻഡ് ന്യൂസ് പേപ്പറെ കുറിച്ച് പറഞ്ഞു, സോഷ്യൽ റിഫോർമേഴ്സിൻ്റെ 3 പേരുടെ പേര് പറഞ്ഞു, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 5ാമത്തെ പോയിന്റ് ആവും നിങ്ങളെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പം മനസ്സിലായോ? അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നോക്കിക്കേ, ദ ബ്രിട്ടീഷ് എക്സ്പാൻഡഡ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഇൻ ഇന്ത്യ ഫോർ ട്രേഡ് ഇൻഡസ്ട്രി ആൻഡ് മിലിറ്ററി പർപ്പസ്. എന്തോ നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായോ? അതായത് വ്യാപാരം, വ്യവസായം, സൈനിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ അങ്ങ് വിപുലീകരിച്ചു. പിന്നോ ദേ സ്റ്റാർട്ടഡ് ദ റെയിൽവേ പോസ്റ്റൽ സിസ്റ്റംസ് ആൻഡ് ടെലിഗ്രാഫ് സർവീസ്. റെയിൽവേയും പോസ്റ്റൽ സംവിധാനവും കമ്പി തപാലും ഇവരെന്ത് ചെയ്തു? ആരംഭിച്ചു. റെയിൽവേയും പോസ്റ്റൽ സിസ്റ്റവും പണ്ട് ടെലിഗ്രാഫ് എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ട്, കമ്പി തപാൽ കേട്ടോ. പിന്നെയോ ദേ ആൾസോ ഇംപ്രൂവ്ഡ് ദറ്റ് റോഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ടു ഈസ് ദ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. എന്താവും നിങ്ങളെ എന്ന് വെച്ചാൽ ചരക്ക് നീക്കം എളുപ്പത്തിലാക്കുവാൻ വേണ്ടി റോഡ് ഗതാഗതം എല്ലാം ഇവരങ്ങ് മെച്ചപ്പെടുത്തി. മനസ്സിലായോ? എന്നിട്ടോ ദേ ആൾസോ ഇംപ്രൂവ്ഡ്, അതെ ഓക്കെ, ദേ ഫെസിലിറ്റേറ്റ് ഹെൽപ്പ് പീപ്പിൾസ് ടു ട്രാവൽ ടു ആൾ പാർട്ട് ഓഫ് ഇന്ത്യ, കമ്മ്യൂണിക്കേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാനും ആശയവിനിമയം നടത്താനും ഇന്ത്യക്കാരെ സഹായിച്ചു എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ ദേ ഫെസിലിറ്റേറ്റ് ഹെൽപ്ഡ് They helped peoples to travel to all part of India, communicate, understand each other. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ എല്ലാ വിഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാനും ആശയവിനിമയം നടത്താനും പരസ്പരം മനസ്സിലാക്കാനും ഈ സൗകര്യങ്ങൾ ഇന്ത്യക്കാരെ സഹായിച്ചു. പിന്നോ ഇന്ത്യസ് വേ ഇൻ ഐഡിയ ഓഫ് നാഷണലിസം എമേർജ്ഡ് ആൻഡ് ദ നാഷണൽ മൂവ്മെന്റ് സ്ട്രെങ്തൻഡ്. അതുവഴി ദേശീയ മനോഭാവം രൂപപ്പെടുകയും ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുകയും ചെയ്തു എന്നാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളെ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഠിക്കുന്ന ദേശീയതയുടെയാണ്. അതിനകത്തിൽ 5ാമത്തെ പോയിന്റ് ആണ് നമ്മുടെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതിൻ്റെ വരി തിരിച്ച് തന്നെ ഇംഗ്ലീഷുകാർക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ ആ വരി തിരിച്ച് എഴുതി വെച്ചേക്കുന്നുണ്ട് 5 പോയിന്റ്. മലയാളം മീഡിയക്കാർ നോക്കൂ നിങ്ങളെ, വ്യവസായം, വ്യാപാരം, സൈനിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വിപുലീകരിച്ചു. റെയിൽവേയും പോസ്റ്റൽ സർവീസും കമ്പി തപാലും ഒക്കെ അവർ ആരംഭിച്ചു. ചരക്ക് നീക്കം എളുപ്പമാക്കുവാൻ വേണ്ടി റോഡ് ഗതാഗതം അവർ മെച്ചപ്പെടുത്തി. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാനും ആശയവിനിമയം നടത്താനും പരസ്പരം മനസ്സിലാക്കാനും ഈ സൗകര്യങ്ങൾ ഇന്ത്യക്കാരെ സഹായിച്ചു. ഇതുവഴി ദേശീയ മനോഭാവം രൂപപ്പെടുകയും ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് നിങ്ങളെ കേട്ടോ. അപ്പം നമുക്ക് ഈ പാർട്ടിൽ ഇത്രയും മതി. ബാക്കി പാർട്ടിൽ നമുക്ക് ബാക്കിയുള്ളവരോട് ഇടാം. ഓക്കെ നിങ്ങളെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ. ഓക്കെ നിങ്ങളെ താങ്ക് യു.